കോഴിക്കോട്ടെ ഒരു വല്ലാത്ത വാർത്തയിലേക്കാണ്. പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെ പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. സിബിൻ ആന്റണി എന്ന അധ്യാപകനെയാണ് ഭീഷണിപ്പെടുത്തിയത്. അധ്യാപകന്റെ പല്ലടിച്ച് കൊഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം 24 ലഭിച്ചു. പ്രിൻസിപ്പൽ മോശമായി പെരുമാറുന്നുവെന്ന് കാണിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും പരാതി നൽകിയിരുന്നു. സ്കൂളിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി PTA പ്രസിഡന്റും ആരോപിച്ചു. ഞാൻ നേരെ ചോദിക്കും, തോന്നിയാസം പറയാൻ അടിച്ച് ഞാൻ പല്ല് താഴെയിടേണ്ട അവസ്ഥ വരും. കാരണം നീ പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയക്കെതിരെയാണ് ഗുരുതര ആരോപണം. സ്കൂളിലെ NSSന്റെ ചുമതലയുള്ള അധ്യാപകൻ സിബിൻ ആന്റണിയോടാണ് പ്രധാന അധ്യാപിക മോശമായി പെരുമാറിയത്. തനിക്കെതിരെ RDDക്ക് പരാതി നൽകിയെന്ന് ആരോപിച്ചാണ് NSSുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ വിളിച്ച അധ്യാപകനോട് പ്രിൻസിപ്പൽ കയർത്തത്. പ്രിൻസിപ്പലിനെതിരെ വ്യാപക പരാതികളാണ് ഉയരുന്നതെന്ന് PTA പ്രസിഡന്റ് മുഹമ്മദ് അലി 24നോട് പറഞ്ഞു. ഈ വർഷം +1 അഡ്മിഷൻ സമയത്ത് പുതുപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA ഫണ്ടിന് പുറമെ പ്രിൻസിപ്പാളുടെ ഡയസിൽ വെച്ച് 500, 1000, 2000, 5000 എന്നീ രൂപകൾ റെസീറ്റോ ഒന്നുമില്ലാതെ ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യമായി കളക്ട് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. വലിയ സാമ്പത്തിക ക്രമക്കേടാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ പുറമെ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള മാനസിക പീഡനം അവരനുഭവിക്കുന്ന രീതിയിലാണ് അവരോട് പെരുമാറുന്നത്. പ്രിൻസിപ്പലിനെതിരെ RDDക്കും വിജിലൻസിനും PTAയും അധ്യാപകരും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ആരോപണത്തിൽ പ്രതികരിക്കാൻ പ്രിൻസിപ്പൽ തയ്യാറായിട്ടില്ല. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ആ HMന്റെ സ്കൂളിലെ വിദ്യാർത്ഥികൾ HMനെ കണ്ട് പഠിക്കാതിരിക്കട്ടെ. ആ വിദ്യാർത്ഥികൾക്ക് നല്ലത് മാത്രം ഉണ്ടാകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.